ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 3 സ്റ്റാർ വേൾഡ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: കോഴിമുട്ട, മൈദപ്പൊടി, കൊക്കോപ്പൊടി, പഞ്ചസാര, പാല്, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, ഇൻസ്റ്റൻറ്റിൻ്റെ കോഫി പൊടിയാണ് എടുത്തിട്ടുള്ളത്, ഉപ്പ്. ഇനി ഒരു കപ്പ് മൈദ എടുത്തതിന് 3 ടേബിൾ സ്പൂണ് മൈദ മാറ്റി വെക്കണം. അത് ഒഴിവാക്കിയിട്ട് ആ ഗ്യാപ്പിലേക്ക് നമുക്ക് കൊക്കോ പൊടി ചേർക്കണം. എത്രയാണോ മാറ്റണമെന്ന് വെച്ചാൽ അത്ര കൊക്കോ പൊടി ചേർക്കുക. പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നമുക്കിത് തരിച്ചെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, 3 വട്ടം തരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മളുടെ കേക്ക് നല്ല പൊങ്ങി വരുള്ളൂ. അത് തരിച്ച് നമുക്കിത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കോഴിമുട്ട ബീറ്റ് ചെയ്യുക. ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം വനില എസൻസ് ഒഴിക്കണം. ഇവിടെ പാലിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൊടി ചേർത്തത് ഓപ്ഷണലാണ്. ഇത് ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം കുറേശ്ശെ പഞ്ചസാര ഇട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഒരേ ഡയറക്ഷനിൽ ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പഞ്ചസാര ഫുള്ളും ഇട്ട് സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. നല്ല തിക്നെസ് വന്ന് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. പിന്നെ നമുക്ക് മുന്നേ എടുത്ത് വെച്ച 1/4 കപ്പ് പാല്, ഇൻസ്റ്റൻറ്റ് കോഫി പൊടിയുള്ള പാല് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യരുത്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക. കുറേശ്ശെ ഇട്ടാൽ മതി. ഇനി ഇത് 1 kgൻ്റെ മോൾഡിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. 1 kgൻ്റെ കേക്കാണ്. അതിലൊഴിച്ച് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ മുമ്പേ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു, ചൂടാൻ വേണ്ടിയിട്ട്. അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റിന് ശേഷം വെന്തതിന് ശേഷം നമുക്ക് ഇത് 3 ലെയറാക്കി കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. തണുത്തതിന് മാത്രമേ 3 ലെയറായി കട്ട് ചെയ്യാൻ പറ്റൂ. ഇനി ഇതൊരു ബേസിൻ്റെ മുകളിൽ നമുക്ക് ഐസിങ് ചെയ്യാം. അതിന് ഫസ്റ്റിൽ വിപ്പിംഗ് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് നമുക്ക് ഐസിങ് ചെയ്യാം. ഐസിങ് ചെയ്തതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് മെൽട്ടാക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും മെൽട്ടാക്കി ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും നല്ല സ്പ്രെഡാക്കിയിട്ട് പരത്തി കൊടുത്ത് അതിൻ്റെ മുകളിൽ എല്ലാ ലെയറും ഇതുപോലെ വെച്ച് ഐസിങ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് കോട്ടിങ് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് ഐസിങ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് ശേഷം ഫൈനലൈസിങ് ചെയ്യാം. ഇപ്പോൾ ഫൈനലൈസിങ് ചെയ്യാണ്. വീഡിയോ എടുക്കാൻ മോളില്ലാത്ത കാരണം, ഞാൻ സ്വന്തമായിട്ട് എടുക്കണ കാരണമാണിത് ഇങ്ങനെ. അപ്പം ഫൈനലായിട്ട് ഇവിടെ ഐസിങ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലൊക്കെ ഇടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഐസിങ് നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് പിടിച്ചാലും മതി. ഞാനൊരു കയ്യിൽ ക്യാമറ ആയ കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഒരു വിപ്പിംഗ് ബാഗിൽ നോസിലിട്ട് ഞാൻ സ്റ്റാർ നോസിലിട്ടിട്ടാണ് അടിയിൽ ബോർഡർ വരച്ചിരിക്കുന്നത്. ഇതുപോലെ മുകളിലും റോസറ്റ് വരച്ചെടുക്കാം. നടുക്കൊരു പാത്രം നിങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണമെന്നെങ്കിൽ
ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ പേര് എഴുതാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. എനിക്കിതൊരു ഓർഡർ ഉണ്ടായിരുന്ന കേക്കാണ്. അപ്പം നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.